തിരിഞ്ഞു നോക്കിയ ഞാൻ അമ്പരന്നു. ചെറി. എണീക്കാനൊരുങ്ങിയ ആ രണ്ടുപേരെയും ചെറി മാറി മാറി തല്ലാൻ തുടങ്ങി. അവറ്റകൾക്ക് എണീക്കാൻ കഴിയാതെ ചോര പൊടിഞ്ഞിട്ടും അവൻ നിർത്താതെ ഭ്രാന്ത് പിടിച്ച പോലെ അവരെ വീണ്ടും വീണ്ടും മർദ്ദിക്കാൻ തുടങ്ങി. അവസാനം കിതച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു, "ദാ കള്ളു കുടിച്ച വയറ്റി കിടക്കണം, അല്ലാതെ എന്റെ പെണ്ണിനെങ്ങാനും തൊട്ടാൽ." ഇതും പറഞ്ഞവൻ ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന എന്റെ കൈയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. കൈത്തണ്ട വേദനിക്കുന്നുണ്ടായിരുന്നു. കൈയിലെ കുപ്പിവളകൾ ഉടഞ്ഞ് കയ്യിൽ തറക്കുന്നുണ്ട്. കണ്ണിൽ വെള്ളം പൊടിഞ്ഞു. ആ നടത്തം അവസാനിച്ചത് റൂമിലായിരുന്നു. ചെറിയൊന്നും മിണ്ടാതെ വാതിൽ വലിച്ചടച്ച് എങ്ങോട്ടോ പോയി. ഞാൻ വിറച്ചുകൊണ്ട് പതിയെ കട്ടിലിരുന്നു. എന്റെ മേലാസകലം വിറക്കുന്നുണ്ടായിരുന്നു. ചെറിയെ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഞാൻ സങ്കല്പിച്ചതിലും അപ്പുറമായിരുന്നു അവൻ. ഞാൻ എന്റെ കൈത്തണ്ടയിലേക്ക് നോക്കി. വളപ്പൊട്ടുകൾ തറഞ്ഞു കയറിയ മുറിവുകളിൽ നിന്ന് ചോരയൊലിക്കുന്നുണ്ട്. പക്ഷേ എന്തോ എനിക്ക് വേദനിക്കുന്നുണ്ടായിരുന്നില്ല. എപ്പോഴാണ് ഉറങ്ങിയതെന്നറിയില്ല. എണീറ്റപ്പോ നേരം ഒരുപാടായിരുന്നു. ആലസ്യത്തോടെ തിരിഞ്ഞു കിടന്നപ്പോഴാണ് തലേന്ന് നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്നത്. ഉടനെ ഞെട്ടി എഴുന്നേറ്റു. "കുളിക്കുന്നില്ലേ? വേഗം റെഡിയാവ്, പോണ്ടേ." ബാത്റൂമിന്റെ ഡോർ തുറന്ന് ചെറിയ ഇറങ്ങി വന്നു. ചിരിച്ചോണ്ടാണ് വരുന്നത്. തലേന്ന് കണ്ട ആളെയല്ല. ഒന്നും മിണ്ടാതെ വേഗം ചാടി എണീറ്റ് കുളിമുറിയിലേക്ക് ഓടി. പടച്ചോനെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് മിണ്ടാതെ അനുസരിക്കുന്നതാവും ബുദ്ധി. ഇത്രയും കലിപ്പുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ അനുസരണ പഠിപ്പിക്കാൻ നിൽക്കത്തില്ലായിരുന്നു. എനിക്ക് അടി കിട്ടാത്തത് എന്തോ ഭാഗ്യം. ഇനി മുതൽ സൂക്ഷിച്ചും കണ്ടും പെരുമാറിയേ പറ്റൂ. അതോടുകൂടി നമ്മൾ ഡീസന്റായി. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങാനായിരുന്നു ആഗ്രഹം. അങ്ങനെ മടക്കയാത്ര തുടങ്ങി. വീട്ടിലെത്തിയിട്ടും എനിക്ക് സമാധാനമില്ലായിരുന്നു. പരമാവധി അവനോട് സംസാരിക്കാതെ കഴിച്ചുകൂട്ടി. ഷൈമക്ക് എന്തു പറ്റിയെന്ന് ഒരു പിടുത്തമല്ല. ടൂർ പോയി വന്ന ശേഷം ഇപ്പൊ എന്തോ പഴയ പോലെ മിണ്ടുന്നില്ല, വഴക്കിടുന്നില്ല. ചെറിക്കെന്തോ വല്ലായ്മ തോന്നി. ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അന്ന് പെണ്ണ് കാണാൻ പോയത്. വലിയ താല്പര്യമില്ലായിരുന്നെങ്കിലും അവളുടെ നീണ്ടുവിടർന്ന കൺപീലികളുള്ള ഉണ്ടക്കണ്ണുകൾക്ക് ഒരു പ്രത്യേക രസം തോന്നി. കെട്ടിക്കൊണ്ടുവരുന്നവളെ ഒരു ഭാര്യയായി കാണാൻ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. ഉമ്മയുടെ നിർബന്ധം കൊണ്ടാണ് കല്യാണത്തിന് സമ്മതിച്ചത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ കാര്യത്തിന് ഒരു കുറവ് വരുത്തരുതെന്ന് പറയാനാണ് അന്ന് രാത്രി വിളിച്ചത്. അതാണ് പഠിച്ചു വരാൻ പറഞ്ഞതും. കല്യാണ രാത്രി അവളോടെല്ലാം പറയണമെന്നുണ്ടായിരുന്നു. ഒരു ഭാര്യയായി ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടെന്നും മറ്റും. തുടക്കത്തിലെ ടെൻഷനാക്കണ്ടെന്ന് കരുതി പുഞ്ചിരിച്ചോണ്ടാണ് വരവേറ്റത്. പക്ഷേ മാസ് ഡയലോഗ് അടിച്ച് അവൾ തന്നെ തിരിഞ്ഞു കിടന്നപ്പോ രക്ഷപ്പെട്ടെന്ന ആശ്വാസം കൊണ്ടായിരുന്നു ഒന്നും മിണ്ടാഞ്ഞത്. അവളുടെ വികൃതിയും വാശിയും അതുകൊണ്ടാണ് കണ്ടില്ലെന്ന് നടിച്ചതും. പക്ഷേ അന്നാ താജ്മഹലിന് മുന്നിലെ നിലാരാത്രിയിൽ അവളുടെ ഉണ്ടക്കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടരുന്ന കണ്ടപ്പോൾ എന്തോ വലിയൊരു കാര്യം ചെയ്ത പോലെ അഭിമാനമാണ് തോന്നിയത്. അന്നേതോ ഒരുത്തിന് അവളെ തട്ടി നടന്നപ്പോ എന്തെന്നറിയാത്ത ദേഷ്യമാണ് ഉള്ളിൽ നിറഞ്ഞത്. തന്റെ കൈപ്പിടിച്ച് അവൾ ഓരോ ചൂട് വെക്കുമ്പോഴും ഒരു കുഞ്ഞു സന്തോഷം ഉള്ളിലെവിടെയോ തോന്നിയിരുന്നു. അന്നാ രാത്രി തനിയെ താജ്മഹലിന് മുന്നിൽ നിന്ന് എന്തോ ഓർത്തുകൊണ്ട് അവൾ നിൽക്കുമ്പോൾ അറിയാതെ അവൾ എന്റെ നെഞ്ചോട് ചേർന്നിരുന്നു. ആ നിലാവിൽ അവളുടെ കഴുത്തിലെ മിന്നുന്ന മഹർ കണ്ടപ്പോഴാണ് ആദ്യമായി എനിക്ക് തോന്നിയത് ഞാനൊരു ഭർത്താവാണെന്ന്. പക്ഷേ അന്നാ തെണ്ടികൾ അവൾ കയറിപ്പിടിച്ചപ്പോ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. അവളെയും വലിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നപ്പോൾ അവളുടെ കുപ്പിവളകൾ കൈക്കുള്ളിൽ കിടന്നുടയുന്നുണ്ടായിരുന്നു. അവളെ റൂമിലാക്കി പുറത്തു വന്നിരുന്നു. ദേഷ്യമടക്കാതെ റൂമിൽ പോയാൽ ചിലപ്പോൾ താനെങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റൂല. ദേഷ്യം തെല്ലെന്നടങ്ങിയപ്പോ റൂമിലേക്ക് ചെന്നപ്പോൾ അവൾ ഉറങ്ങിയിരുന്നു. ചോര പൊടിഞ്ഞ കൈത്തണ്ടയിലേക്ക് നോക്കിയപ്പോൾ കുറ്റബോധം തോന്നി. ഉറങ്ങിക്കിടക്കുന്ന അവളെ നോക്കിയപ്പോൾ വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിരുന്നു. പക്ഷേ അതിനുശേഷം അവൾ ആകെ മാറി, എന്തോ ഒഴിഞ്ഞു മാറുന്ന പോലെ. എന്തൊക്കെയായാലും ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. എന്താണ് സത്യാവസ്ഥ എന്നറിയണം. ഞാനൊരു തെമ്മാടിയാണെന്ന് തോന്നിയിട്ടാണോ അതോ എന്നെ പേടിച്ചിട്ടാണോ? ഒന്ന് നോക്കിയിട്ട് തന്നെ കാര്യം. രണ്ടും കൽപ്പിച്ച് അവളെ ഒന്ന് വിളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പരിങ്ങലോടെ അവൾ വന്നു. എന്താ? അവളാകെ പരിഭ്രമിച്ചിരുന്നു. എന്താ ഇപ്പൊ പറയാ? വിളിക്കുകയും ചെയ്തു. എന്തേലും പറഞ്ഞേ പറ്റൂ. നീ എന്റെ ഹെഡ്സെറ്റ് എടുത്തീനോ? അല്പം ഗൗരവത്തിലാണ് ചോദിച്ചത്. ആ എടുത്തിനി, ആ അലമാരിൽ വെച്ചിനി. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവളത് പറഞ്ഞത്. ആരോട് ചോദിച്ചിട്ടാണ് എടുത്തേ? ഓക്കോ. കുറച്ചു ഉച്ചത്തിൽ ദേഷ്യത്തോടെയാണ് ഞാൻ പറഞ്ഞത്. ഞെട്ടിപ്പോയെന്ന് തോന്നുന്നു. പിന്നൊന്നും മിണ്ടാതെ അവൾ ഓടിപ്പോവുകയാണ് ചെയ്തത്. അപ്പോ അതാണ് സംഭവം. അന്നത്തെ പെർഫോമൻസ് കണ്ട് ഉണ്ടക്കണ്ണി പേടിച്ചെന്ന് തോന്നുന്നു. അവളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ ഞാൻ എടുത്തടാ, എന്തേ നീ പോയി കേസ് കൊടുക്ക്, വേറെ ഇനി എടുക്കും എന്ന് പറയലാണ് പതിവ്. അപ്പോ എന്റെ ഊഹം തെറ്റിയില്ല. കാണിച്ചു തരാട്ടാ. ഇനി എന്റെ ഊഴമാണ്. ചിരി അടക്കി പിടിച്ച് ചെറിയ റൂമിലേക്ക് നടന്നു. ഷൈമക്ക് അപ്പോഴും വിറയിൽ മാറിയിരുന്നില്ല.
പടച്ചോനെ, എന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി എന്തൊക്കെയാണാവോ. അതിനുശേഷം പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും റൂമിലേക്ക് ചെല്ലാനൊരു പേടി തോന്നി. കുളിക്കാനായി റൂമിലേക്ക് ചെന്നപ്പോൾ ആളെ കാണാനില്ല. ഹാവൂ ഭാഗ്യം. വേഗം ഡ്രസ്സും എടുത്ത് കുളിമുറിയിൽ കയറി വാതിലടക്കാൻ വേണ്ടി തിരിഞ്ഞതും മുന്നിൽ ചെറി. ഇതെപ്പോ കയറിക്കൂടി? എന്നെ ഒരു വല്ലാത്ത നോട്ട് നോക്കി ഒന്നും മിണ്ടാതെ അവൻ ആ വാതിലടച്ച് കുറ്റിയിട്ടു. എന്റെ അമ്മേ, ദേ എനിക്ക് കുളിക്കണം. കളിക്കാതെ പുറത്തു പോവോ? പോവില്ല, ഞാൻ കുളിപ്പിച്ചേരാടി. ഞാനാണേൽ കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു. ഒന്ന് പോവോ പ്ലീസ്? അവൻ പോവില്ലെന്ന് തലയാട്ടി. നിങ്ങൾ എന്തിനാ എന്നെ എങ്ങനെ? പറഞ്ഞു മുഴുമിക്കും മുമ്പ് അവൻ എന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് ഒറ്റ വലിയായിരുന്നു. അരയിലൂടെ വട്ടം പിടിച്ച് അവൻ എന്നെ കൈക്കുള്ളിലാക്കി. എന്താ വിളിച്ച്? ഇങ്ങളെന്നോ? അവന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ അവനെ തള്ളിമാറ്റി ഞാൻ പുറകോട്ട് മാറാൻ ശ്രമിച്ചതും അവൻ എന്നെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. അവന്റെ ശ്വാസം എന്റെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. ഇനി പോടാന്ന് വിളിക്കുവോ? ഇല്ലെന്ന് ഞാൻ പതിയെ തലയാട്ടി. മുഖത്തേക്ക് നോക്ക്. അവൻ പറഞ്ഞു കേട്ട് ഞാൻ പതിയെ മുഖമുയർത്തിയപ്പോൾ രണ്ടുപേരുടെ മൂക്കും തമ്മിൽ ഉരസി. ഇനി വിളിക്കൂല കാക്കൂന്ന് പറ. അവന്റെ സ്വരത്തിൽ എന്തോ ഒരു മാറ്റം വന്നിരുന്നു. എന്തും പറയാൻ ഞാൻ തയ്യാറായിരുന്നു. അവനൊന്ന് പോയി കിട്ടിയാൽ മതി. ഒരുവിധം ഞാൻ അതുപോലെ പറഞ്ഞൊപ്പിച്ചു. പതുക്കെ എന്നെ പിടിച്ച് അവന്റെ കൈകൾ അയഞ്ഞു വന്നു. വാതിൽ തുറന്ന് അവൻ പോയിട്ടും ഞാനാകെ മരവിച്ചിരിക്കുകയായിരുന്നു. എന്താപ്പണ്ടായേ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവൻ കളി തുടങ്ങിയിരിക്കുന്നു. എല്ലാത്തിനും എണ്ണി എണ്ണി പകരം വീട്ടുകാണല്ലോ പടച്ചോനെ.